ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അജ്മീറിൽ റൂം എടുക്കാൻ നിന്ന്. അപ്പോൾ റൂം എടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് നമ്മൾ കണ്ടുമുട്ടിയത്. സിനിമയിലൊക്കെ മിമിക്രി കാട്ടുന്നവരാണ്. ഞാൻ കാണിച്ചു തരാം. 4 നിലയുള്ള വീടാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇയാളെ. ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഗൈസ്, ഈ ഒരു ആളാണ് സിനിമയിൽ അഭിനയിക്കുന്ന മനുഷ്യൻ. അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ സൗണ്ട് ആക്കാൻ കഴിയും? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിമാർ, കുറച്ച് സിനിമ നടന്മാർ മൃഗങ്ങളെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതേറ്റ് നമുക്ക് മിസ്റ്റർ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സൗണ്ട് കേൾക്കാം അല്ലേ? എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഇപ്പോൾ കേരളത്തിൽ ചൂട് കൂടിയെന്ന് വെച്ച് എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? കാലാവസ്ഥ അതിൻ്റെ പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. മഴയില്ലാന്ന് വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജനങ്ങളെ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് ഞാൻ. എൻ്റെ പാർട്ടിക്കോ എനിക്കോ ഇതിന് യാതൊരു പങ്കുമില്ല. നിങ്ങൾക്ക് ചെവി കിട്ടൂടെ? പറഞ്ഞ മനസ്സിലാത് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ കടക്ക് പുറത്ത് മാറങ്ങോട്ട്. അടുത്തത് ഉമ്മൻചാണ്ടി കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമം എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ക്ഷേമം ജനങ്ങളുടെ ക്ഷേമം തന്നെയാണ് ചെയ്യുന്നത്. അതേക്കുറിച്ച് ഉമ്മൻചാണ്ടി 5 വയസ്സായിട്ട് അവസാന കാലഘട്ടത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏതൊക്കെ നടക്കുന്നുള്ളത് എനിക്ക് ഇത് പറയാൻ സാധിക്കില്ല. ഇനി ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എല്ലാവർക്കും देश के चौथाओं भाई हो बहनों, आज रात 500 नमस्कार. അടുത്തത് കോഴിക്കുട്ടി. വലിയ കോഴി ചിരിക്കുന്നത്. കോഴി മുട്ടയിട്ടിട്ട് എനിക്ക് വിടുന്നു. പിന്നെ തവള വെറ്റയ്ക്ക് കരുതുന്നത്. അത് കൂട്ടത്തോടെ കരുതും. ഒരു തവള ഒരാളെ പേര് വിളിക്കുകയാണ്. ആ പോക്കരെന്ന് പേര് കേൾക്കുന്ന ആൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് തവള കൂടി ഇയാൾ വിളിക്കുക പേര്. ചെറിയ കൊച്ചുകുട്ടി കഴിയുന്നത്. കുറച്ച് വലുതായിട്ട് നമ്മൾ കുട്ടി കഴിയുന്നത്. അതുപോലെ പൂച്ച, ചെറിയ പൂച്ച, 2 പൂച്ച തടിപൊടി കൂടുന്നത്.